എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് എന്നാൽ ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പോണൻസ് ആണ്. അഡീഷണൽ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ലാതെ ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. അഡീഷണൽ സോഫ്റ്റ്വെയർസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്റ്റാക്കിനെ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലിനക്സ് കേണൽ, നേറ്റീവ് ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇതാണ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ. ഇതിൽ നമുക്ക് 4 ലെയേഴ്സ് കാണാൻ കഴിയും. ഫസ്റ്റ് ലെയർ ലിനക്സ് കേണലാണ്, സെക്കൻഡ് ലെയർ നേറ്റീവ് ലൈബ്രറിയും ആൻഡ്രോയിഡ് റൺ ടൈമുമാണ്, തേർഡ് ലെയർ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കും, ഫോർത്ത് ലെയർ ആപ്ലിക്കേഷൻസും ആണ്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ മെഷീൻ അല്ലെങ്കിൽ ഹാർഡ്വെയറിനോട് ക്ലോസ് ആയി നിൽക്കുന്ന ലെയറാണ്. ഏറ്റവും ടോപ്പ് ലെയറായ ആപ്ലിക്കേഷനാണ് യൂസറോട് ക്ലോസ് ആയി നിൽക്കുന്നത്. നമുക്കിനി ഓരോ ലെയറും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലിനക്സ് കേണലാണ്. ഇറ്റ് ഈസ് ദി ഹാർട്ട് ഓഫ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദി റൂട്ട് ഓഫ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ. കേണൽ എന്ന് പറഞ്ഞാൽ കോർ എന്നാണ് മീനിങ്. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കേണൽ. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൻ്റെ റൂട്ടിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ്വെയർ സ്റ്റാക്കിൻ്റെ ബേസാണ് ശരിക്കും കേണൽ. അതിൻ്റെ മേലേക്കാണ് എന്ത് ബാക്കി എല്ലാ ലെയേഴ്സും വരുന്നത്. ലിനക്സ് കേണൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിവൈസ് ഡ്രൈവേഴ്സ്, പവർ മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് റിസോഴ്സ് ആക്സസ്. ലിനക്സ് കേണലിൻ്റെ ഫീച്ചേഴ്സാണ് ഡിവൈസ് ഡ്രൈവർ മാനേജ്മെൻറ്റ്, പവർ മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, റിസോഴ്സ് ആക്സസ് തുടങ്ങിയവയൊക്കെ. നെക്സ്റ്റ് നേറ്റീവ് ലൈബ്രറീസ്. ഓൺ ദി ടോപ്പ് ഓഫ് ലിനക്സ് കേണൽ there are native libraries such as WebKit, OpenGL, FreeType, SQLite, Media, C Runtime Library, etc. ലിനക്സ് കേണലിൻ്റെ ടോപ്പിലാണ് നേറ്റീവ് ലൈബ്രറീസ് ആയ വെബ്കിറ്റ്, OpenGL, FreeType, SQLite, മീഡിയ, C Runtime ലൈബ്രറി തുടങ്ങിയവയൊക്കെ വരുന്നത്. ദി വെബ്കിറ്റ് ലൈബ്രറി ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രൗസർ സപ്പോർട്ട്. HTML കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ബ്രൗസർ എഞ്ചിനാണ് ശരിക്കും വെബ്കിറ്റ്. അതായത് ബ്രൗസർ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണെന്ത് വെബ്കിറ്റ് ലൈബ്രറി. SQLite ഈസ് ഫോർ ഡാറ്റാബേസ്. പോർട്ടബിൾ മൊബൈൽ ഡിവൈസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് ആണെന്ത് SQLite. ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ആൻഡ്രോയിഡ് ഡാറ്റാബേസ് എഞ്ചിനാണ് ശരിക്കും എന്ത് SQLite. ഫ്രീ ടൈപ്പ് ഫോർ ഫോണ്ട് സപ്പോർട്ട്. ഫോണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ആണെന്ത് ഫ്രീ ടൈപ്പ് ലൈബ്രറി. മീഡിയ ഫോർ പ്ലേയിങ് ആൻഡ് റെക്കോർഡിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ ഫോർമാറ്റ്സ്. ഓഡിയോയും വീഡിയോയും പ്ലേ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനുമുള്ള ഒരു ലൈബ്രറി ആണെന്ത് മീഡിയ. അടുത്തത് ആൻഡ്രോയിഡ് റൺ ടൈം. ഇൻ ആൻഡ്രോയിഡ് റൺ ടൈം there are core libraries and DVM which is responsible to run Android application. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിലെ സെക്കൻഡ് ലെയറിലെ നേറ്റീവ് ലൈബ്രറി കഴിഞ്ഞാൽ വരുന്ന ഒരു കമ്പോണൻ്റ് ആണെന്ത് ആൻഡ്രോയിഡ് റൺ ടൈം. ആൻഡ്രോയിഡ് റൺ ടൈമിൽ കോർ ലൈബ്രറീസും ഉണ്ടാവും, അതുപോലെ ഡാൽവിക് വിർച്വൽ മെഷീനും ഉണ്ടാവും. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമായ വിർച്വൽ മെഷീനാണ് ഡാൽവിക് വിർച്വൽ മെഷീൻ. DVM is like JVM but it is optimized for mobile devices. JVM എന്താണെന്നൊക്കെ നമ്മൾ ജാവ പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ജാവ ബൈറ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു റൺ ടൈം എൻവയോൺമെൻ്റ് ആണെന്ത് JVM. JVM പോലെയാണ് DVMും. ഇത് മൊബൈൽ ഫോൺസിന് വേണ്ടി പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്തതാണ്. ഇറ്റ് കൺസ്യൂംസ് ലെസ് മെമ്മറി ആൻഡ് പ്രൊവൈഡ്സ് ഫാസ്റ്റ് പെർഫോമൻസ്. മൊബൈൽ ഫോൺസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തതുകൊണ്ട് DVM കുറഞ്ഞ മെമ്മറിയെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, അതുപോലെ
ഫാസ്റ്റ് പെർഫോമൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡാൽവിക് ഇസ് ദി നെയിം ഓഫ് എ ടൗൺ ഇൻ ഐസ്ലാൻഡ്. ഐസ്ലാൻഡിലെ ഒരു ടൗണിൻ്റെ പേരാണ് ശരിക്കും എന്ത്? ഡാൽവിക് എന്ന് പറഞ്ഞാൽ. ഡാൽവിക് വിർച്വൽ മെഷീൻ ടേക്സ് ദി ജനറേറ്റഡ് ജാവ ക്ലാസ് ഫയൽസ് ആൻഡ് കമ്പൈൻസ് ദം ഇൻറ്റു വൺ ഓർ മോർ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽസ്. ഡാൽവിക് വിർച്വൽ മെഷീൻ ജനറേറ്റഡ് ജാവ ക്ലാസ് ഫയലിനെ .dx ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഡാൽവിക് വിർച്വൽ മെഷീൻ ജനറേറ്റഡ് ജാവ ക്ലാസ് ഫയൽസിനെ .dx അതായത് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. ദി ഗോൾ ഓഫ് ദി ഡാൽവിക് വിർച്വൽ മെഷീൻ ഈസ് ടു ഫൈൻഡ് എവറി പോസിബിൾ വേ ടു ഒപ്റ്റിമൈസ് ദി JVM ഫോർ സ്പേസ്, പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്. JVMനെ സ്പേസിനും പെർഫോമൻസിനും ബാറ്ററി ലൈഫിനും വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണെന്ത്? DVMൻ്റെ മെയിൻ ഗോൾ. അടുത്തതാണ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക്. ഓൺ ദി ടോപ്പ് ഓഫ് നേറ്റീവ് ലൈബ്രറീസ് ആൻഡ് ആൻഡ്രോയിഡ് റൺ ടൈം ദർ ഈസ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക്. നേറ്റീവ് ലൈബ്രറിയുടെയും ആൻഡ്രോയിഡ് റൺ ടൈമിൻ്റെയും ടോപ്പിലാണ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് വരുന്നത്. ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ഇൻക്ലൂഡ്സ് ആൻഡ്രോയിഡ് APIs സച്ച് as യൂസർ ഇൻ്റർഫേസ്, ടെലിഫോണി, റിസോഴ്സസ്, ലൊക്കേഷൻസ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആൻഡ് പാക്കേജ് മാനേജേഴ്സ്. യൂസർ ഇൻ്റർഫേസ്, ടെലിഫോണി, റിസോഴ്സസ്, ലൊക്കേഷൻസ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, പാക്കേജ് മാനേജേഴ്സ് തുടങ്ങിയവയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെയറാണെന്ത്? ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ക്ലാസസ് ആൻഡ് ഇൻ്റർഫേസ് ഫോർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ക്ലാസ്സുകളും ഇൻ്റർഫേസുകളും ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ്, ആപ്ലിക്കേഷൻസ്. ഓൺ ദി ടോപ്പ് ഓഫ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ദർ ആർ ആപ്ലിക്കേഷൻസ്. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൻ്റെ ടോപ്പിൽ വരുന്ന ലെയറാണെന്ത്? ആപ്ലിക്കേഷൻസ്. ഓൾ ആപ്ലിക്കേഷൻസ് സച്ച് as ഹോം, കോണ്ടാക്ട്, സെറ്റിംഗ്സ്, ഗെയിംസ്, ബ്രൗസേഴ്സ് ആർ യൂസിങ് ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ദാറ്റ് യൂസസ് ആൻഡ്രോയിഡ് റൺ ടൈം ആൻഡ് ലൈബ്രറീസ്. യൂസേഴ്സ് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. നമ്മളൊരു ഫോൺ ഓപ്പൺ ചെയ്താൽ കോമൺ ആയിട്ട് കാണുന്ന ഹോം, കോണ്ടാക്ട്സ്, സെറ്റിംഗ്സ്, ഗെയിംസ്, ബ്രൗസേഴ്സ് തുടങ്ങിയവയൊക്കെ ആപ്ലിക്കേഷൻ ലെയറിലാണ് വരുന്നത്. ആൻഡ്രോയിഡ് റൺ ടൈം ആൻഡ് നേറ്റീവ് ലൈബ്രറീസ് ആർ യൂസിങ് ലിനക്സ് കേണൽ. ആപ്ലിക്കേഷൻ ലെയറിൻ്റെ വർക്കിങ്ങിന് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, നേറ്റീവ് ലൈബ്രറി, ആൻഡ്രോയിഡ് റൺ ടൈം തുടങ്ങിയവയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ നേറ്റീവ് ലൈബ്രറിയുടെയും ആൻഡ്രോയിഡ് റൺ ടൈമിൻ്റെയും വർക്കിങ്ങിന് ലിനക്സ് കേണലിൻ്റെ സപ്പോർട്ടും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്റ്റാക്കിൽ പഠിക്കാനുള്ളത്.